ഇല്ല ഇല്ല ഇല്ല, അയ്യോ വേണ്ട അപ്പച്ചി. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ആ റിങ്കി ഇവിടെ ഉണ്ട്. ചിന്നു അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് പോകുന്നു. അണ്ണ വിളിച്ചിരുന്ന ഇത് ട്രിപ്പ് ഇട്ട് കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട, അതാണ് വേണ്ട വേണ്ട. അല്ല അങ്ങനെയല്ല, പുറത്തിറങ്ങണേ അപ്പച്ചി. പുറത്തിറങ്ങുകയാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങണം. ഇനി ഇതുപോലത്തെ ഓരോ ഇത് വന്നാൽ ഒന്നും പറയാൻ പറ്റില്ല, ആരും നോക്കാനും പോലും ഇല്ല. അത് തന്നെ, റിങ്കിയുണ്ട്. അവളത് സംസാരിക്കണുണ്ട്, ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കണം. താഴെ മുകളിലോട്ടിരിക്കണ്. സൂക്ഷിച്ച് തന്നെ ഇരിക്കണത്. ഒരു മണിക്കൂറിനകത്ത് വരും എന്നാണ് ലാസ്റ്റ് വിളിച്ചോ പറഞ്ഞത്. ആഹാരം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ശരി. അല്ല അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അങ്ങനെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. വേണ്ട വരണ്ട. ശരി. അച്ഛൻ എന്താ പറയണേ? ഇവിടെ ഉള്ളവരപ്പുറം എന്റെ അച്ഛമ്മക്ക് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞാൽ കേക്കണ്ടേ? വേണ്ടെന്ന് പറഞ്ഞേ. വയസ്സാം കാലത്ത് ചുമ്മാ വന്നു വല്ല ഇനി ആരെ കൂടെ വരണ വല്ല ഓട്ടോയിലേക്ക് കയറി വല്ല വന്ന ശരിയാവൂല. വന്ന് എന്നിട്ട് വേണം ഇനി അടുത്തത്. ഹോസ്പിറ്റലിൽ ആര് പോവും, മരുമോൾ ആര് നോക്കും, മോളെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളം. അങ്ങളെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ വിഷമം കാണൂല്ലേ? രണ്ടും കൂടെ സയാമി സെൽട്ടുള്ള പോലെ ഇല്ലേ, ഒട്ടിയില്ലേ നടക്കൂ. ഹോസ്പിറ്റലിൽ എന്തായോ എന്തോ അല്ലേ. എന്റെ അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ട്രിപ്പ് ഇട്ടിരിക്കണം എന്നല്ലേ പറഞ്ഞു. ക്ഷീണം കാണും. 2 ദിവസമായില്ലേ വല്ലതും കഴിച്ചിട്ട് നേരെ എന്റെ അമ്മ വെള്ളം പോലും നേരെ കുടിക്കണില്ല. ഞാൻ പറഞ്ഞാൽ കേക്കണ്ടേ? അതിൻ്റെ ഇടയിൽ നിന്റെ കൈ എങ്ങനെ ഉണ്ട്? നീ എന്തോ മക്കളെ, നീ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോ ശ്രദ്ധിക്കണ്ടേ? ഒരു നിസാരമായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ദാണ്ട പ്രാക്ടീസ് ചെയ്തപ്പോ നിങ്ങളെ മത്സരവും ഫ്രാക്ചർ ഉണ്ട്. ഒരുത്തി മോളില് ഒന്ന് ഹോസ്പിറ്റലിൽ, അടുത്തത് ദാണ്ട കൈ വെച്ച് കെട്ടിക്കൊണ്ട്. സമയം ശരിയല്ല എന്നാണ് തോന്നുന്നത്. വണ്ടി വരണേട്ടാ, അവരായിരിക്കും. ഇതാ ശരി എന്നാ സൂക്ഷിച്ചു ഇരി. ഇരി, നീ ഇരുന്നോ? എന്നാ ഡോക്ടർ എന്ന് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പ്രഷർ കയറിയിട്ടെ എന്താണ് ട്രിപ്പ് എടുത്തു, എന്നാലും ഒരു ക്ഷീണമുണ്ട്. രാവിലെ തൊട്ട് ഒന്നും കഴിക്കുന്നില്ലല്ലോ, വെള്ളം പോലും കുടിച്ചിട്ടില്ല. അമ്മ ഞാൻ ചൂട് ചായ എടുക്കട്ടാ? ഒന്നും വേണ്ട മക്കളെ, എനിക്ക് ഛർദ്ദിക്കാൻ വരണം. ഇനിയും പോവാ മണി, നീ ഒരു ചായ കുടി മോളെ. നീ ചായ റെഡിയാക്കും. ഞാൻ എടുക്കാം. പിങ്കിക്ക് ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ ഇത്രയും നേരം മേളിൽ അവളോട് സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ. അതെ അങ്ങളെ, അവളുടെ RT-PCR ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ പെണ്ണിന്റെ കൊച്ചു മോളടുത്ത് ഒരാവശ്യമില്ല, നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള പെണ്ണാണ് അവള്. അവളിപ്പോ ശരിയായി വരും. അവളെ കൊറോണ എന്നേ ചത്ത് ദാണ്ടിരിക്കണ്. മാനസികമായിട്ട് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തൊരുത്തി. ചിരിക്കാൻ വയ്യ, എല്ലാരും നിന്റെ വായനെല്ലാം കേട്ടനെ. കണ്ട വരുമ്പോ എല്ലാം ഒരുമിച്ച് തന്നെ. ശരിയാണ്, ഇപ്പഴേക്കും നിലവാരമുള്ള ഒരു കോമഡി അടിച്ചല്ല അങ്ങള്. എന്താ പിള്ളേർക്ക് മനസ്സിലായി എന്റെ നിലവാരം കോമഡി ഒക്കെ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ബുക്കും പേപ്പറും എടുത്ത് എഴുതി എന്റെ കോമഡി എല്ലാം. ചായ തമാശ ഇഷ്ടമില്ലേ? ഇഷ്ടം തന്നെ. ചായ കൂടെ അമ്മയ്ക്ക്. ഞാൻ ചായ എടുക്കാം. നിങ്ങൾ എന്തിനാ സെന്റ് അടിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് സംഭവം? വരുമ്പോ എല്ലാം ഒരുമിച്ച്. അവളുടെ കൈ എങ്ങനെയുണ്ട്? അയ്യോ, തൂക്കി ഇടുമ്പോ ഭയങ്കര വേദന, നീര് കയറണം. ഇങ്ങോട്ട് വേദനയില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യ്, ഇന്നൊരു കാര്യം ചെയ്ത് ആശുപത്രിയായിട്ട് പ്രഖ്യാപിക്കുക. എന്നിട്ട് ഞാൻ പോണം. അതല്ല, എല്ലാ രോഗികളും വന്നപ്പോ ഒരു എല്ലാം കൂടെ നീ ഉള്ളതാണ് ഒരു സമാധാനം. അത് പോട്ട് രാമ, എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം. ഞാൻ പോയി കുളിച്ച് ഒന്ന് ഫ്രഷായി വരാം. നല്ല വിശപ്പുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങണം. എനിക്ക് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആരും കഴിച്ച് കണ്ണം കിടന്നു കുളിച്ചിട്ടോ? ഞാൻ എടുത്തിട്ട് വരാവേ. അമ്മ, മക്കളെ, അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ? അമ്മയ്ക്ക് ഒന്നുമില്ലടാ, ചെറിയ തലചുറ്റ് മാറിയത്. അമ്മ എനിക്ക് താഴോട്ട് വരണം അമ്മ. അമ്മയ്ക്ക് മക്കളെ കാണാൻ തോന്നണടാ. എനിക്ക് അമ്മയെ കാണണം, എനിക്ക് താഴോട്ട് വരണം. കുഴപ്പമില്ല മക്കളെ, 2 ദിവസം കൂടെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിയടാ. ശരിയാവും പെട്ടെന്ന് കേട്ടാ.
നമുക്ക് കാണാം. അമ്മ ബാൽക്കണിയിൽ വന്ന് ഇരിക്കാം വർത്താനം പറയാനേ. പങ്ക ഓവറാക്കല്ലേ. നിനക്ക് അവിടെ നോക്കിയിട്ട് ഇത്രയും വലിയ നിന്റെ അമ്മയെ കാണാൻ പറ്റില്ലേ? അയ്യോ തീരെ അങ്ങ് കരച്ചിലാക്കണത്. മക്കളങ്ങാത്ത് പോയി കടന്നോ, കൊറേ കണ്ണടച്ച് കടന്നു ഉറങ്ങും കുറച്ചേരം കേട്ടാ. ഉറങ്ങണി, റെസ്റ്റ് എടുക്ക, പെട്ടെന്ന് മാറണമെങ്കിൽ റെസ്റ്റ് എടുക്ക കേട്ടാ. കരയോ? ഇല്ല. പാല് കൊണ്ടുവരട്ടാ? എന്തേലും വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാ മതി കേട്ടാ. എന്ത് വേണം ചുമ്മാ ചേട്ടത്തി, അവ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ അവള് ചിരിച്ചോണ്ടിരിക്കണ. അവള് കൊച്ചു വാവയായിട്ടുള്ള സ്വഭാവമാണ് ഈ പനി വന്നു ഞാൻ കൊച്ചു വാവ, അതുകൊണ്ട് കൈരി പോക്ക്. ഇവിടെ പനി പിടിച്ചാൽ ഞമ്മള് പിന്നെ എന്റെ അടുത്തുനിന്ന് മാറൂലടാ, അതാണ് നമുക്ക്. പിന്നെ നിങ്ങൾ രണ്ടും കൂടെ പോയി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. അതല്ലേ ഞാൻ എന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞത്. പിഗു ചെറുക്കന്റെ കാര്യം ചേട്ടത്തി വേണീര്. കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല. നോക്ക്, അതും എടുത്തോണ്ട് പോയില്ല. ഇനി എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഭയങ്കര ആലോചന. എന്ത് പറ്റി? അല്ല, ഇവിടത്തെ ഈ അവളുടെ അസുഖവും ക്വാറന്റൈനും ഒക്കെ കാണുമ്പോഴേ ചുമ്മാ ഇരുന്നപ്പം ഗൾഫിലെ കാര്യം ആലോചിച്ചു. അവിടെ കൊറോണ പിടിച്ച് കിടന്നപ്പോഴേ 2 ആഴ്ച ഒറ്റ മനുഷ്യനെ കാണാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാലേ അവൾക്ക് മോളില് നമ്മൾ താഴെ ഉണ്ടെന്നുള്ളൊരു സമാധാനമെങ്കിലും ഉണ്ടല്ലോ. മറ്റേ അങ്ങനെയല്ല, നമുക്ക് തിരിച്ച് നാട്ടിൽ വരാൻ പറ്റുമോ? ചത്തു പോവൂ. കൂട്ടുകാരന്മാരെ പോലും കാണാൻ പറ്റില്ല. അവരൊക്കെ ഓരോ സ്ഥലത്ത് ജോലി, അല്ലെങ്കിൽ അവർക്ക് വന്നാൽ നമ്മളത്തോട്ട് വരാൻ പറ്റില്ല. അവർക്കും ജോലി ചെയ്തല്ലേ വീട്ടിലൊക്കെ പൈസ അയക്കാൻ പറ്റുള്ളൂ. നമ്മളവിടെ വന്നാൽ അസുഖമായപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്ത അവസ്ഥയാണ്. അത് ആലോചിച്ചിങ്ങനെ ഇരുന്നത്. അവളുടെ അവസ്ഥ ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അവക്ക് ഈ എന്താ പറയാ, ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കില്ലല്ലോ, പാറി പറന്ന് നടക്കുന്ന സ്വഭാവമല്ലേ. ഇപ്പൊ അവൾ ആ റൂമിൽ ഇരിക്കുന്ന കാണുമ്പോഴേ ഭയങ്കര ബോറും സീൻ ഡാർക്കായിട്ട് പോയി. ഓ എന്തോന്ന് നിങ്ങളും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്നല്ലോ, ഒരുമാതിരി മരണ വീട് പോലെ എല്ലാരും. ബോറച്ചാ അവള് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പിന്നെ അമ്മയെ സമാധാനിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ഇതായിട്ട് നിക്കുന്നതാണ്. മോളെ നീ വല്ല ഉണ്ടാക്കിയ? നല്ല വിശപ്പുണ്ട്. ഉണ്ടാക്കാൻ പോണു. മക്കളെ വല്ല വാങ്ങിക്കണോ? ചിക്കനാ എന്തെങ്കിലും, മീനാ എന്തെങ്കിലും വാങ്ങിക്കണോ? ഒന്നും വേണ്ട, എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ആണോ? നീ എന്നാ ഉണ്ടാക്കാൻ നോക്കും മോളെ. പിന്നെ രാമ വേറെ കാര്യം പറയണ്ട, നാളെ നമുക്ക് പിങ്കി മോളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോകണം. നെഗറ്റീവ് ആയിരിക്കും, എന്നാലും ടെസ്റ്റ് ചെയ്യണമല്ലോ. അവളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണോ? ഇപ്പം മറ്റേ അവര് പറഞ്ഞത് ഹെൽത്തിൽ നിന്ന് അവര് പറഞ്ഞത് മറ്റേ കിറ്റ് വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. കിറ്റില് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി, ഇവിടെ കൊണ്ടുവച്ച് ടെസ്റ്റ് ചെയ്യാം. ഞാൻ അവളെ കൊണ്ട് അങ്ങൊക്കെ പോകണ്ടേ? അത് മതിയോ? ഓ പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കിറ്റ് വാങ്ങിച്ചാലോ? അണ്ണൻ എന്തിനു കിറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു? ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. അണ്ണൻ എല്ലാം കഴിയും. മക്കൾ എന്തെങ്കിലും ഉണ്ടാക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഈ കിറ്റ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഞാൻ കഴിക്കാം. പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരണം. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, അവൻ ഈ സമയത്തുള്ളത് എന്തൊരു ആശ്വാസമാണ്. അവനുള്ളതുകൊണ്ട് എല്ലാം പിടിച്ചിരിക്കുന്നത്. മണി കുഴഞ്ഞു വീണപ്പോഴും നിന്റെ കൈ എല്ലാം എല്ലാവരും കഷ്ടകാലം ഒരുമിച്ച് പറഞ്ഞ അവനുള്ളതുകൊണ്ടെല്ലാം മോള് ഉണ്ടാക്കണേ. ഞാൻ സമയം ലേറ്റ് ആവും. കൈ സൂക്ഷിച്ചോളാം. അമ്മയ്ക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ട് പോട്ടാ. അങ്ങനെ എന്റെ കൊച്ചിന്റെ ക്വാറന്റൈൻ കഴിഞ്ഞു. ഹാപ്പി ആയില്ലേ മണി? പിന്നെ മാറിയില്ലേ? എല്ലാം സെറ്റ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ അലങ്കാര പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശിഷ്ടാതിഥിയെ ഇങ്ങോട്ട് ക്ഷണിക്കാം. നമ്മുടെ വീടിന്റെ പൊന്നോമന, ഈ സ്വർഗത്തിന്റെ നായിക, അതാ 7 ദിവസത്തെ വമ്പിച്ച ക്വാറന്റൈൻ കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളുകയാണ്. മിസ്റ്റർ പങ്കൻ അഥവാ പിങ്കിക്കുട്ടൻ, കടന്നു വരൂ. മന്ദം മന്ദം അതാ വരികയാണ്. ഒരു കൊച്ചു കൈയ്യടി കൊടുക്കൂ സുഹൃത്തുക്കളെ. നിന്റെ മുഖം എന്തോ പറ്റി? ലിപ്സ്റ്റിക് കിട്ടിയില്ലേ? പിന്നെ കഴിഞ്ഞില്ലേ? മാറിയില്ലേ? പിന്നെ ശീലമായി പോയോ? ഇതാരും
അവൾക്കേ എനിക്കെന്ത് വേണ്ട കൊടുക്കാം. എന്റെ പൊന്നു മോള്. അച്ഛാ അതെ അവൾക്ക് മധുരപലഹാരം കൊടുക്കണം. ആ മധുര അല്ല അതാരാ കൊടുക്കേണ്ടത്? ആരാ അത് നമ്മളെ മണിക്കുട്ടി അത് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. കൊടുക്കൂ. മണിക്കുട്ടിയോ? അല്ല ചേട്ടത്തി ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞല്ലേ ചേട്ടത്തി. മണിക്കുട്ടി കൊടുക്ക അവൾക്ക്. ആ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരോടും കൂടെ പറയാണ്. ഇതൊക്കെ ശരിയാണ്, ക്വാറന്റൈനൊക്കെ കഴിഞ്ഞു, ഒക്കെ നല്ല കാര്യം. പക്ഷേ എല്ലാവരും ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം ഉണ്ടല്ലോ, എന്തോന്ന്, സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് വെക്കുക, ഹാൻഡ് വാഷ് വെച്ച് കൈയൊക്കെ കഴുകുക, ഇത് കണ്ടിന്യൂ ചെയ്ത് തന്നെ വേണം. ഞാൻ വെച്ച ലഡു തിന്നണം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്. ലിപ്സ്റ്റിക് ഇടാൻ മറന്നാലും മാസ്ക് ധരിക്കാൻ മറക്കരുത്. ഇവൾ ഇതുപോലെ തത്വം പറയാൻ എനിക്കറിയില്ല. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.